അപ്പോൾ നമ്മളിതാ ഇന്നത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോകട്ടോ. ഇന്നിപ്പോൾ നമ്മളിതാ റൂമിൽ നിന്ന് ഫ്രഷ് ഇറങ്ങി നമ്മളിനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ഓക്കെ, പോകുന്ന വിശേഷം നമുക്ക് വഴിയെ പറയാം കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മളിതാ ഫുഡ് ഡേ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ ഇന്ന് പോകാൻ നിൽക്കുകയാണ്. നമ്മൾ ഇനി പോകുന്നത് കോറൽ ഐലൻഡിലേക്കാണ് കേട്ടോ. നമ്മളിതാ ബീച്ചിൽ നിന്നുള്ള റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടോ. നമ്മുടെ റൂമിൻ്റെ നേരെ കാണുന്ന ബീച്ചാണിത്. ആ റോഡിൻ്റെ അപ്പുറം. യെസ്, ഇവിടെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ ഒരു ടെമ്പിളൊക്കെ കാണുന്നത്. ജസ്റ്റ് എനിക്കറിയില്ല എന്താണെന്നറിയില്ല. നമ്മുടെ ഈ സൈഡിൽ തന്നെ കേട്ടോ നമ്മുടെ പട്ടായ എന്ന് എഴുതിയിട്ടുള്ള അതില്ലേ, കാണാൻ പറ്റുമെന്ന് അറിയില്ല. നൈറ്റ് നല്ല വ്യൂ ആയിരിക്കും. നമുക്കിന്ന് നൈറ്റ് ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ ഇറങ്ങിയിട്ട് കാണാം. നമ്മൾ ഫിലിമിലെ കാണുന്ന പട്ടായല്ലേ, പട്ടായ എന്നുള്ള ബോർഡാണ് കാണുന്നത്. സ്ട്രൈറ്റ് കാണുന്ന വാക്കേഷൻ കിട്ടാണ്. നമ്മൾ ഈ ഫിലിമിലെ കാണുന്നത് ആ പട്ടായ എന്ന് എഴുതി കണ്ടോ, നമ്മൾ നേരിട്ട് കാണുന്നതാണ്. ഹോളിവുഡിൽ നിന്ന് എഴുതി കണ്ടല്ലോ, അതേപോലെ പട്ടായ സിറ്റി. ഇത് നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് നമുക്ക് കറക്റ്റ് നൈറ്റിലും കാണാൻ കഴിയും. ഇവിടെ ക്യാപ്പൊക്കെ ഇവിടെ കിട്ടും. ഇവിടെ നിന്ന് വാങ്ങാനായിട്ട് നന്നായിട്ട് വില പേശി വാങ്ങേണ്ടി വരും. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മൾ പോകുന്ന ബോട്ട് വരാം കേട്ടോ. നമ്മുടെ കയ്യിൽ ബാൻഡും ഒരു അവരാ കയറാൻ പറ്റുന്ന നമ്പറൊക്കെ എഴുതുന്നുണ്ട് കേട്ടോ. ഇതാണ്ട് ഇവിടുത്തെ ക്ലോക്ക് ടവറേ. ഇവിടെ എല്ലാവരും വന്ന് അവിടെ പോകാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഇതാ കാണാൻ പറ്റും, അവിടെ നിന്ന് ആൾക്കാരൊക്കെ പോകുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ എന്നിട്ട് എല്ലാവരും നിന്ന് ഇവിടുത്തെ ആൾക്കാർ വന്ന് നമ്മുടെ കയ്യിൽ ബാൻഡും അതൊക്കെ എഴുതി തന്ന് ഒട്ടിച്ച് സെറ്റാക്കും. നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിലുണ്ട്. അപ്പോൾ നമ്മൾ തൊപ്പി ഇന്നലെ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്ന നാട്ടിൽ നിന്ന് ആ തൊപ്പിയാണ് കേട്ടോ എടുക്കാറുന്നില്ല. നമ്മുടെ പോകുന്ന കേട്ടോ. അപ്പോൾ പുള്ളി ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, കൂടെ പോരുന്നു. അത് മിസ്സായി കഴിഞ്ഞാൽ കേട്ടോ ഒരു ലോഡ് ആൾക്കാർ ഇരിക്കാൻ അങ്ങോട്ട് പോകുന്നുണ്ട്. കാരണം ഇവിടെ വേറെ കുറേ ഐലൻഡ് ഉണ്ട്, അത്രേ ഇഷ്ടംപോലെ ഐലൻഡ് ഉണ്ട്. ബോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കയറാൻ പോവാണ്. നല്ല പച്ച കളർ വെള്ളം. ഓ പേരുണ്ടാ ഇങ്ങനെ കിടന്ന് പുല്ലിങ്ങനെ കേസ് എടാ. നല്ല സ്പീഡാണ്, നല്ല കാറ്റും ഭയങ്കര ഉപ്പിൻ്റെ മണം അല്ലേ. ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് നമുക്കിവിടെ നിർത്തിയേക്കാം കേട്ടോ. ഇവിടെ നമുക്ക് പാരാഗ്ലൈഡിങ് തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ട്രൈ ചെയ്യാം. ബനാന ബോട്ടൊക്കെ ട്രൈ ചെയ്യാം കേട്ടോ. ഇവിടെ നമുക്കൊരു 10-30 മിനിറ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മളിതാ ഫസ്റ്റ് സ്റ്റോപ്പിൽ ചെയ്തേക്കാണ്. ഇവിടെ നമുക്ക് മെയിനായിട്ട് പാരാഗ്ലൈഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. അടുത്ത സ്റ്റേഷനിലാണ് വരുന്നത് മറ്റേ ബാക്കി ബനാന ബോട്ട് പിന്നെ ഡ്രസ്സിയൊക്കെ വേറെ വേറെ സ്റ്റോപ്പിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ജസ്റ്റ് പാരാഗ്ലൈഡിങ് മാത്രമേ ഉള്ളൂ കേട്ടോ. നമുക്ക് കാണാൻ കഴിയും. ഇവിടെ എല്ലാം കൂടി ഒരു പാക്കേജ് പറയുന്നത് 2500 ആണ്. 2500 ആട്ടോ ടോട്ടൽ വരുന്നത്, 3 പാക്കേജും കൂടിയിട്ട്. നമ്മൾ അവിടുത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു കേട്ടോ. നമ്മളിത് ഇനി അടുത്ത് ഇതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അടുത്ത് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ നമുക്ക് അണ്ടർ വാട്ടറിന് ആൾക്കാർ ഇവിടെ ഇറങ്ങും കേട്ടോ. ഇല്ലാത്ത ആൾക്കാർ നമ്മൾ തിരിച്ചു നേരം ഐലൻഡിലേക്ക് പോകും കേട്ടോ. അണ്ടർ വാട്ടറിലുള്ള ആൾക്കാരൊക്കെ പോകാനുള്ള കേട്ടോ. നമ്മളതിൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നു കേട്ടോ. അവരെ അവിടെ വിട്ടിട്ട് നമ്മളിതാ തിരിച്ചു പോവാം കേട്ടോ. നമ്മൾ എത്തിയിരിക്കുക കേട്ടോ ഗൈസ്. ഇതാണ് നമ്മൾ വന്ന ഐലൻഡ്, കോറൽ ഐലൻഡ് കേട്ടോ. നല്ല പച്ച കളർ വെള്ളം. ഇവിടെ നമുക്ക് ഇറങ്ങാം. ഇവിടെ മറ്റേ ഇതുണ്ടോ, മറ്റേ ജസ്കി ഉണ്ട്, നമുക്ക് ഇവിടെ എക്സ്പീരിയൻസ് ചെയ്യാം. നമ്മളൊന്ന് ഇറങ്ങിയിട്ട് അവിടെ ഐലൻഡിൽ കേട്ടോ. അപ്പോൾ നമ്മളിതാ കോറൽ ബീച്ചിലുള്ള ബീച്ച് ഇറങ്ങിയേക്കാം കേട്ടോ. നമുക്ക് അത്യാവശ്യം അവിടെ നടക്കാം. ഇതിന് അത്ര വെള്ളം, മുട്ടിൻ്റെ അത്ര വെള്ളമുണ്ട് ആ ഭാഗം വരെ. നല്ല തിരയുണ്ട്. അല്ല 3 ആക്ടിവിറ്റീസ് ഉണ്ട്. വരുന്ന വഴിക്ക് നമുക്ക് അവിടെ മറ്റേ സ്ട്രോക്കലിങ് ചെയ്യാം, പിന്നെ പാരാഗ്ലൈഡിങ് ചെയ്യാം. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബനാന ബോട്ട് ഉണ്ട്. ഇവിടെ പല പല ആക്ടിവിറ്റീസിലുണ്ട് ചെയ്യാൻ. വെള്ളത്തിൽ കളിക്കാൻ താല്പര്യമുള്ളവർക്ക് ബെസ്റ്റ് ഡേ ആയിരുന്നു ശരിക്കും പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകും. ഇനിയിപ്പോൾ ലഞ്ച് ടൈം ആയിട്ടുണ്ട്. 2:30 ആകുമ്പോഴത്തേക്കും എല്ലാവരും വന്ന് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങും. നമ്മളിതാ കോറൽ ബീച്ചിൽ നിന്ന് നമ്മൾ പോവുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലഞ്ച് ടൈം ആയിട്ടാണ്. നമ്മൾ ലഞ്ചിന് ഫുഡ് കഴിക്കാൻ പോവാണ്. Under the moonlight so
ഗൈസ് അപ്പോൾ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ തിരക്കിലൊക്കെ വളരെ കുറഞ്ഞു, ഫുള്ള് കാലിയായി. നമ്മൾ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നില്ലേ, ഫുള്ള് കാലിയായി. കേട്ടോ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ തന്നെ വളരെ കുറഞ്ഞു കേട്ടോ. ഈ സമയത്ത് മൊത്തം ക്ലോസ് ആക്കിയൊന്നുണ്ട്. വളരെ ശ്രദ്ധിക്കണം. പട്ടായ എന്ന് പറഞ്ഞ സ്ഥലത്ത് ആണുങ്ങൾ സേഫ് അല്ല, പെണ്ണുങ്ങൾക്ക് സുഖമായിട്ട് നടക്കാം. പക്ഷെ ആണുങ്ങൾ അങ്ങനെയല്ല, ടേബിൾ നിന്നൊക്കെ പറയാൻ പറ്റില്ല. രക്ഷപ്പെടും. എല്ലാവരും വളരെ ഗൗരവമായി എടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ആ ഫുഡ് കഴിച്ചു കേട്ടോ. ഫുഡ് കഴിച്ചിറങ്ങി നമ്മൾ നേരെ ഫ്ലോട്ടിംഗ് മാർക്കിലൊക്കെ പോകുന്നത് കേട്ടോ. ഈ വണ്ടി പണിക്കാരെ കൊണ്ടുപോകുന്നു കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ബംഗാളി കൊണ്ടുണ്ടല്ലോ, ബംഗാളികളെ മറ്റേ നിർത്തിയിട്ടൊക്കെ കൊണ്ടുപോകും. ഇതുണ്ട് ഈ വ്യക്തി. എന്ത് രസമാണ് അല്ലേ ഗൈസ്. അപ്പോൾ നമ്മളിതാ പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളിതാ ഫ്ലോട്ടിംഗ് മാർക്കിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ പുതിയ കൂട്ടുകാരൻ കേട്ടോ, ഫൈസാൻ ഫ്രം ഇന്ത്യ കേരള ഗൈസ്. നമ്മളങ്ങനെ പട്ടായ ഫ്ലോട്ടിംഗ് ഇതെല്ലാം ഇവിടെ ക്രിയേറ്റ് അങ്ങനെ ഒരു ഐസ്ക്രീം കഴിക്കാൻ വെച്ചിട്ടോ. 2 മാംഗോയും പിന്നെ ഒരു ദുരിയാനും വാങ്ങിച്ചു. എങ്ങനെയുണ്ട്? അല്ല സൂപ്പർ. ഇതാണ് ദുരിയാൻ, ഇവിടുത്തെ മെയിൻ ഫ്രൂട്ടിൻ്റെ. എങ്ങനെയുണ്ട്? കഴിച്ചു നോക്കറാ. അല്ല അപ്പം നമ്മളിതാ ഒരു 3 കോണൊക്കെ വാങ്ങിച്ച് നമ്മളിതാ നടക്കാണ്ട് പോർട്ട് മാർക്കറ്റിലൂടെ. വളരെ തിരക്ക് കുറവാണ്, ഓഫീസിനായിരുന്നു തോന്നുന്നുണ്ട്, തിരക്ക് വളരെ കുറവാണ്. ഇവിടുത്തെ മാങ്ങ നോക്കൂ, ഫുള്ള് കാച്ചെടുക്കണം. നല്ല വലിയ മാംഗോ. അവിടെ നോക്ക്. നോക്ക് അല്ല, സ്മെല്ല് തീരില്ല ഇവിടുത്തെ. പക്ഷെ എന്താ പറയുക, സ്മെല്ലെന്താ അറിയുമോ, മറ്റേ നമ്മുടെ ഈ ദുറൈൻ്റെ പഴമില്ലേ, ആ സ്മെല്ല മൊത്തം. നിനക്കാണ് ഇഷ്ടം എൻ്റെ? പക്ഷെ ഒടിച്ചോ പോയോ? ഓ അതിൽ ഇതായല്ലോ. ഇവിടെ എല്ലാവരും ഒട്ടിച്ചിട്ടുണ്ട്. എല്ലാ ഫ്രൂട്ട്സിൻ്റെ പല നിറത്തിലുള്ള സാധനങ്ങളെ ഒക്കെ സോപ്പതാ. തേങ്ങ. ഞങ്ങൾ ഒരേ ഫാമിലി. ഇപ്പോൾ നമ്മളിതാ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് നമ്മൾ ഇറങ്ങുവാണ്. കഴിഞ്ഞു പോയിട്ട് അത്യാവശ്യം നമ്മൾ നടന്ന് കണ്ടു. നല്ല രസമുണ്ട് കാണാൻ. എന്തായാലും നമ്മളങ്ങനെ ഒരു ഫോട്ടോ വാങ്ങിച്ചു കേസ്. ഇതിൽ നല്ലതുണ്ട് പിന്നെ എടുത്ത ഫോട്ടോ ഞങ്ങൾ കാണിച്ചു തരാം. 2 രൂപ ഇത് വാങ്ങിച്ചപ്പോൾ നമുക്ക് ഒരാൾ ഫ്രീ തന്നു. അതിൻ്റെ ഉള്ളിലുണ്ട് കണ്ടാ, ഇതുകൊണ്ട് തന്നു 2 ഫോട്ടോ ലേറ്റ് ആയിട്ട് കാണിച്ചു തരാം. 2 ഫോട്ടോ കിട്ടി 100 രൂപത്തിന്. അങ്ങനെ നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുകയാണ് ഹോട്ടലിൽ. റൂമിലെത്തിട്ടോ. എത്തിയപ്പോൾ ഫ്രഷായി ഞാൻ ഡിന്നർ കഴിക്കാൻ പോകണം കേട്ടോ. ഇന്നലെ പോയത് വേറെ റെസ്റ്റോറൻറ്റിലായിരുന്നു, ഇന്നും വേറെ റെസ്റ്റോറൻറ്റിലാണ് പോകുന്നത്. ഇവിടെ ഒരു 15 മിനിറ്റ് നമുക്ക് ഡ്രൈവ് ഉണ്ട്. പാമ്പ് ശരിയാണല്ലോ, ഇതേ പാമ്പ് പോലെ ഇത്. ഏതാ സാധനത്? മാറി പാമ്പ് ആദ്യമായിട്ട് പാമ്പിന് തൊട്ട് കഴിച്ചു. നല്ല നല്ല റബ്ബർ പൊടിക്കും അല്ലേ? ഇല്ല ഇത് തൊട്ടില്ല. നല്ല റബ്ബർ പൊടിക്കണടാ.
നല്ല ഇങ്ങനെ എങ്ങനെ രസം തൊട്ടപ്പോ ടേസ്റ്റാ. അങ്ങറ്റം കാണുന്നുണ്ടോ പട്ടായ എന്ന് എഴുതിയത്? അതാ ബീച്ചിൻ്റെ അപ്പുറമുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് ഇന്ന് രാത്രി ഒരു ബീച്ച് പാർട്ടി ഉണ്ട്. നമ്മളിപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം റൂമിൻ്റെ അടുത്തുനിന്ന് ഏറെക്കുറെ ഒരു 800 മീറ്റർ മാക്സിമം നടക്കാനുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ക്യാബിൻ എടുത്തില്ല, നമ്മൾ നേരെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല കാഴ്ചകൾ കണ്ടിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചുറ്റും അപ്പുറം ഇപ്പുറമൊക്കെ ഫുള്ള് ഓൺ സെറ്റ്, അടിപൊളി സെറ്റ്. നമ്മൾ എത്തിയിരിക്കുന്നു. ചെറുതായിട്ട് ലൊക്കേഷൻ മാറിപ്പോയി. നമ്മൾ പോകേണ്ടതാ റോംസ, അതിലേക്കാണ് പോകേണ്ടിരുന്നതാ. നമുക്ക് പോകേണ്ടിരുന്നത് ഗൈസ് ഇതിലേക്കായിരുന്നു. പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് സ്ഥലം മാറിപ്പോയി. കുഴപ്പമില്ല, പോട്ടെ. പാട്ടി വാ. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു, ഞാൻ പറഞ്ഞല്ലോ, ഒരു ജസ്റ്റ് ഒരു ബാർ അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഫുൾ മൂഡ് വൈബ്. അപ്പോൾ നമ്മൾ ആ സൈഡിലേക്ക് ഇരുന്ന് റെഡ് ബുള്ള് കുടിച്ചിരിക്കുകയാണ് ഇവിടെ. യെസ് ലോബ്സ്റ്റർ. കഴിച്ചു കളാ കണ്ടേ. അവിടിച്ചോ അപ്പോൾ നമ്മുടെ പുതിയ ഐറ്റം വന്നിട്ടുണ്ട്, ഒച്ച. പിന്നെ നമ്മുടെ ബീഫ് സാധാരണ സ്റ്റീക്ക് വന്നിട്ട് കേട്ടോ. നോക്കാം, ആ ട്രൈ ചെയ്യൂ. ഇതെടുക്കുക. ആ തുറക്കുക. അതെ, ചെറിയ പീസാ. സോസ് നോക്കണ്ടേ? നല്ല അടിപൊളി കാറ്റ് കേസ്, നല്ല അടിപൊളി കാറ്റും ഇങ്ങനെ മഴ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും. ആ കിട്ടിയ അവിടെ കഴിക്കുക. ഒച്ചിട്ട് നാട്ടിലെ ഒച്ചാണ് ഒച്ച. ഇവനെല്ലാത്തിൻ്റെ പേര് അറിയാം നമുക്ക്. എന്നുണ്ട് ഗുഡ്. കഴിച്ചു കൂടി കഴിക്ക് ഒച്ച കഴിക്ക്. ഒരു കഴിക്കിരിക്കേ. അത് വലിച്ചു കൊടുക്കണം. അത് അത്യാവശ്യം ഉണ്ട്. കഴിക്ക്. ഏണ്ടേ ടേസ്റ്റുണ്ടോ? പുളിപ്പാണോ? അടുത്ത സ്റ്റിക്കർ ചെയ്യാൻ പോട്ടാ. എന്താ കഴിക്കണേ? ടേസ്റ്റുണ്ടോ? അപ്പൊ നല്ല അഭിപ്രായം. ഞാനേ കഴിക്കാളൂ അല്ലേ? എടുക്ക്. ചെറുതൊക്കെ എടുക്ക്. വികാരമല്ല, കുഴപ്പമില്ല, രസമുണ്ട്. ചെമ്മീൻ അത് രസം. ആ കടി വലിച്ചടിക്കുക. വേണ്ടേ കൊള്ളേ? ഗൈസ്, അപ്പോൾ നമ്മളിതാ പട്ടായയിൽ വന്ന് ഇന്ന് രാത്രി നല്ല മഴയായിരുന്നു ഇവിടെ. അപ്പോൾ നമ്മുടെ പാർട്ടി കഴിഞ്ഞപ്പോൾ കഴിയാറായപ്പോൾ നല്ല മഴ.
നമ്മളിങ്ങനെ പുറത്ത് മഴയൊക്കെ കൊണ്ടുതാ നനഞ്ഞ് ചീഞ്ഞാകതാ. ഇത് മെയിൻ സൂത്രാതവരാണ്. ഇവ കാരണം മഴ മൊത്തം വളർങ്ങിയത്. മഴയൊക്കെ കൊണ്ടുതാ ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോകാം കേട്ടോ. ഇന്നത്തെ പരിപാടി ഇന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നാളെ നമ്മൾ ബാങ്കോക്കിലേക്ക് പോകണം കേട്ടോ. 2 ദിവസത്തെ പട്ടായ നമ്മൾ എന്ത് ചെയ്തു, അടിച്ചു പൊളിച്ചു. നമ്മൾ നാളെ നേരെ പോകുന്നത് ബാങ്കോക്കിലേക്കാണ്. അപ്പോൾ നമുക്ക് പട്ടായയുടെ 2 ദിവസം നമ്മൾ അടിച്ചു പൊളിച്ചു. നമുക്ക് നാളെ ഈ ബാങ്കിൽ വെച്ച് കാണാം. അപ്പോൾ ഓക്കെ, ബൈ.